മെലോ ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കുളത്തിക്കൊണ്ടം പൊന്നോണം നമ്മുടെ നാട്ടിലും ഓണാഘോഷം വളരെ ആവേശപൂർവ്വം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കുളത്തിക്കണ്ടത്തിൽ വളരെ നല്ല കാഴ്ചകൾ നമുക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ കാഴ്ചകളിലേക്ക് പോകാം. കുളത്തിക്കണ്ടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഈ വലിയ ഓണാഘോഷം നടക്കുന്നത്. ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച വളരെ മനോഹരമായ ഒരു പൂക്കളമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിരവധി വിഭവങ്ങൾ അടങ്ങിയ രുചികരമായ ഓണസദ്യയാണ് കൊടുത്തിരിക്കുന്നത്. പൂക്കളം തീർത്ത മുറ്റത്തൊഴുകിയേ പ്രളയം മായ്ച്ചതറിയാതെ. നമസ്കാരം. കുളത്തിക്കണ്ടത്താണ്. കുളത്തിക്കണ്ടത്ത് ഓണം ആഘോഷത്തിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. മാവേലിക്കൊപ്പമാണ്. മാവേലി എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മുട്ടത്ത് നിന്ന്. മാവേലിയുടെ പേര് സലീം മാവേലിയാണ്. എത്ര വർഷമായി? ഞാൻ 28 വർഷമായി മാവേലിയായിട്ട്. എന്ത് ചെയ്യുവാണ്? ഞാൻ നൃത്താധ്യാപകനാണ്. പിന്നെ ഒരു നൃത്തനാടക ആർട്ടിസ്റ്റാണ്. ബാലശ്ശേരി ഹരിലക്ഷ്മിയില് ഈ വർഷം മഹാമൃത്യുഞ്ജനത പ്രോഗ്രാം ചെയ്യുന്നു. കൂടാതെ കേരളത്തിലെ അങ്ങോളമുള്ള സ്കൂളുകളിൽ നൃത്തം പഠിപ്പിക്കുന്നു. പിന്നെ ഉത്സവ സീസൺ ആയാൽ മഹാദേവന്റെ വേഷത്തിൽ പ്രോഗ്രാമിന് പോകാറുണ്ട്. ക്രിസ്മസ് ആയാൽ സാന്താക്ലോസിന്റെ വേഷം ഇടാറുണ്ട്. ഇന്നത്തെ മംഗളദിനപത്രത്തിൽ എന്നെ കുറിച്ച് വാർത്തയുണ്ട്. അതെ, അപ്പൊ ഇന്നത്തെ മംഗളദിനപത്രത്തില് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയമുള്ള സലീം മാവേലി. മതസൗഹാർദ്ദത്തിന്റെയും മാനവ സൗഹാർദ്ദത്തിന്റെയും സന്ദേശം വിളിച്ചോടെയാണ്. മേലാവൂർ ഫസ്റ്റ് ടൈം ആണോ? അതെ. അപ്പൊ മേലാവൂർ ഫസ്റ്റ് ടൈം ആണ് വന്നിരിക്കുന്നത്. മേല എല്ലാവർക്കും വേണ്ടി ഓണാശംസ. കുളത്തിക്കണ്ടം പൊന്നോണത്തിന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളുടെ പേരിൽ ഞാൻ ഹൃദ്യമായ ഓണം ആശംസിക്കുന്നു. ഹാപ്പി ഓണം. ഐ ലവ് യു. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് സദ്യയാണ്. സദ്യയിൽ നിരവധി ആളുകൾ, ഇവരൊരു ജനസഞ്ചയം തന്നെയാണ്. വളരെ പ്ലാനിങ്ങോട് കൃത്യമായ ആസൂത്രണത്തോടുകൂടി കുളത്തിക്കണ്ടത്ത് ഈ ഒരു ഓണാഘോഷം നടത്തപ്പെടുമ്പോൾ വലിയൊരു ജനാവലിയാണ് ഈ പ്രോഗ്രാമിനെ സാക്ഷ്യം വഹിക്കുന്നത്. വൈകുന്നേരം വളരെ ആവേശം നിറഞ്ഞതായ പ്രോഗ്രാമുകളൊക്കെ, മത്സരങ്ങളൊക്കെ നടത്തപ്പെടുന്നുണ്ട്. ഓണം എവിടം വരെയായി? ഓണമൊക്കെ കൂടിയത് ഡാൻസ് തിരുവാതിര കൈകൊട്ടി മത്സരമായിരുന്നത്. പെർഫോമൻസ് ആയിട്ട് പൂവിളി കേൾക്കുമ്പോൾ പൊന്നോണത്തുമ്പികൾ പാടി വരും എന്നോർത്തു.